ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്ക് ജെന്യുവിനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടാണ് മക്കളെ. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ, ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയിട്ടില്ല എങ്കിൽ, അവസാനഘട്ട നടപടിയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കീമുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കാരണം പരീക്ഷാ സമയം മുതൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് മറ്റേത് പ്ലാറ്റ്ഫോമും തരുന്നതിനേക്കാളും വേഗത്തിലും കൃത്യവുമായിട്ട് പരീക്ഷാ സമയം മുതൽ, അവസാന സമയത്ത് വന്ന് കയറി ജസ്റ്റ് ഗൈഡ് ചെയ്യുകയല്ല, പരീക്ഷാ സമയം മുതൽ ഏപ്രിൽ മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും ഉണ്ടാകും പരീക്ഷാ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ടും ബാക്കി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുക, ജോയിൻ ചെയ്യുക. ഓക്കെ, കാര്യത്തിലേക്ക് കടക്കാം. എക്സാം ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി തലത്തിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്ന് അവസാന അവസരമുണ്ട്. അതുപോലെയാണ് എഞ്ചിനീയറിംഗുകാർക്ക് ഇപ്പോൾ വന്നിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് അഥവാ ഫൈനൽ ഫേസ് അലോട്ട്മെന്റ്. ഇനിയൊരു അലോട്ട്മെന്റ് ഉണ്ടാകില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ഉണ്ടാകുള്ളൂ. സോ മക്കളെ, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ചെറിയ നുറുക്ക് വിദ്യകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും സെക്കൻഡ് അലോട്ട്മെന്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ഈ വർഷത്തെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷനോ അല്ലെങ്കിൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഒരു സീറ്റാണ് നിങ്ങളുടെ മുന്നിലുള്ള ആഗ്രഹമെങ്കിൽ ഓൾറെഡി അഡ്മിഷൻ കിട്ടിയവർ ബെറ്റർ കോളേജുകൾ വയ്ക്കുക. അതൊക്കെ ബെറ്റർ കോളേജുകൾ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന കോളേജ് ടോപ്പ് ഇരിക്കട്ടെ, നോ പ്രോബ്ലം. പുതുതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഓൾറെഡി ഫീസ് അടച്ചിട്ടുള്ളവർക്ക് ഫീസ് അടയ്ക്കേണ്ട, അത് നിങ്ങൾക്കറിയാം. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്താൽ നോക്കിയാൽ മതി. താഴോട്ട് വയ്ക്കുമ്പോൾ സീറ്റ് കിട്ടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജിനെക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്ന നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് വെച്ച് നോക്കുമ്പോൾ അത് താഴേക്ക് വരുന്നത്, അതായത് നിങ്ങളുടെ റാങ്ക് 17,000 ആണ്. പക്ഷെ അവിടെ കഴിഞ്ഞ വർഷം തേർഡ് അലോട്ട്മെന്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏകദേശം 16,000, 16,500 വരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കോളേജുകൾ താഴേക്ക് വയ്ക്കാം. അത് പോരാഞ്ഞിട്ട് വീണ്ടും താഴേക്ക് എന്ത് ചെയ്യുക, അത് 20,000 ആകുന്ന കോളേജുകളും വയ്ക്കുക. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ കോളേജിനെക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ വെക്കാവൂ. അല്ലാത്ത പക്ഷം അതൊക്കെ വെച്ച് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് അതിലേതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ കിട്ടിയ കോളേജിനെക്കാളും മോശമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. ബ്രാഞ്ച് ട്രാൻസ്ഫറും കോളേജ് ട്രാൻസ്ഫറൊക്കെ പിന്നീട്, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മാറാൻ പറ്റില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക വിദ്യാർത്ഥികളെ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മണ്ടത്തരം കാണിക്കരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന കോളേജുകൾ അതേ പ്രയോറിറ്റി ഓർഡറിൽ വയ്ക്കുക. കാരണം ലാസ്റ്റ് ചാൻസ് ആണ്, ഹോപ്പ് വയ്ക്കുക. ഇനി ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടായിരിക്കും ഇതുവരെ കിട്ടാത്തത് എന്ന് അനലൈസ് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ള, അതായത് ആ ഒരു തന്റെ റാങ്കിനനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ IHRD ലെവലായിട്ടുള്ളതോ ഉള്ള കോളേജുകൾ കൂടി ഉൾപ്പെടുത്തി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. അത്തരത്തിലുള്ള കോളേജുകൾ കൂടി ഓപ്ഷൻസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ കൂടി ലാസ്റ്റ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് റാങ്ക് കട്ട് ഓഫുകൾ നോക്കി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ അലോട്ട്മെന്റ് കിട്ടി, അഡ്മിഷൻ എടുത്തില്ല, 2000 എടുത്തില്ല, അങ്ങനെയുള്ളവർക്കും ഇതേ കാര്യം ബാധകമാണ്. ഇനി ഇതുവരെയും ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാത്തവർക്കും പുതുതായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സോ എഞ്ചിനീയറിംഗ് ഈ വർഷം പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇത് അവസാന വട്ട ചാൻസ് ആണ്. ഈ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മാർക്ക് കട്ട് ഓഫുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് കട്ട് ഓഫുമായിട്ട് അലൈൻ ചെയ്യുന്ന കോളേജുകൾ കൂടി 10ാമതോ 11ാമതോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തേർഡ് അലോട്ട്മെന്റ് ഫൈനൽ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടാൻ പറ്റും. അത് കഴിഞ്ഞ് അവിടെ പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇനി പ്രൈവറ്റ് കോളേജുകളൊക്കെ കാലം മെറിറ്റില് ഫുൾ ഫീ കൊടുക്കാതെ ലോവർ ഫീസിലൊക്കെ പഠിക്കുന്നതാണ് നല്ലത്. നല്ലൊരു പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ നിങ്ങൾക്ക് കിട്ടും, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പോൾ ഓൾറെഡി പ്രൈവറ്റ് എടുത്തവർക്ക് മാറണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രൈവറ്റ് എല്ലാ തരത്തിൽ IHRD ഗവൺമെന്റ് ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും വയ്ക്കുക. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിപ്പോയി അഡ്മിഷൻ എടുത്ത് ഇനി മാറണ്ട എന്നാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നോ പ്രോബ്ലം. ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്. ഓഗസ്റ്റ് 10 മുതലാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഈ രീതിയിൽ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് സമയമാണ്. ഇനി അവസാനം കണ്ടില്ല, കേട്ടില്ല, ചെയ്തില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചെയ്ത് വേറൊരു കോളേജ് മേടിച്ച് വെക്കരുത്. സ്നേഹം കൊണ്ട് പറയാണ്. ഓൾ ദി ബെസ്റ്റ്.